നമസ്കാരം. മമ്മിയൂർ ക്ഷേത്രനടയിൽ തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പള്ളി, വാങ്കുവിളികൾ, നിസ്കരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം നിർത്തലാക്കണം. നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ നിർത്തണം. നമുക്കത് കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല. പ്രശസ്ത ഹിന്ദു പണ്ഡിതയെന്ന് സ്വയം അറിയപ്പെടുന്ന ശശികല ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാൻ മുഴുവനൊന്ന് വായിക്കാം. മമ്മിയൂർ ക്ഷേത്രനടയിൽ തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പള്ളി. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി ഉണ്ടാക്കിയിട്ട് ആർക്കും കുരു പൊട്ടിയില്ല. എന്നാൽ അതേ നടയിൽ ഇതിനൊപ്പം വാഴപ്പിണ്ടി കൊണ്ട് കെട്ടുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ചെറിയ കാവിക്കൊടിയോ കാവി അലങ്കാരമോ അല്ലെങ്കിൽ പള്ളിയിൽ കാട്ടിയ പോലെ കാവി താഴികക്കുടമോ വെച്ചിരുന്നെങ്കിൽ നാട്ടിലെ സകലമാന ക്ഷുദ്രജീവികൾക്കും മൂട്ടിൽ കൃമികേടി തുടങ്ങിയേനെ. കൊല്ലം മുതുപ്പിലക്കാട് ക്ഷേത്രത്തിന് മുൻപിൽ ഇട്ട അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന് ഉണ്ടാക്കിയ പുകിലൊന്നും നാം മറന്നിട്ടില്ലല്ലോ. ഇങ്ങനെ അയ്യപ്പൻ വിളക്ക് നടത്താൻ കഴിയൂ എന്ന ശാഠ്യമുള്ള വിളക്ക് സംഘങ്ങൾക്ക് നമ്മൾ സംഘടനകൾ വിലക്ക് തന്നെ പ്രഖ്യാപിക്കണം. മറ്റുള്ളവർ വിളിക്കുമായിരിക്കും, വിളിക്കട്ടെ. പക്ഷേ നമ്മുടെ ഒരു സഹകരണവും ഉണ്ടാകരുത്. പറ്റുമെങ്കിൽ വേണ്ടി വന്നാൽ മര്യാദക്കാരായ സ്വാമി ഭക്തന്മാരായ വിളക്കു സംഘക്കാരെ വിളിച്ച് സമാന്തരമായി മറ്റൊരു വിളക്ക് വേറൊരു ദിവസം നടത്തേണ്ടതിനെ പറ്റിയും ആലോചിക്കേണ്ടി വരും. ഒരു നാട്ടിൽ 2 വിളക്ക് നടത്താൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. എന്തായാലും സംഗതി കൈവിട്ടു പോകും മുമ്പ് നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലത്ത് പള്ളിയുടെ രൂപത്തിൽ കിട്ടുമായിരുന്നു. ഇത്രയും അഹങ്കാരം അന്ന് അതിൽ കാട്ടിയിരുന്നില്ല. ഒരിക്കലും ബാങ്കും നിസ്കാരവും നടത്തിയിരുന്നില്ല. ക്ഷേത്രനടയിൽ വാങ്ക് വിളിക്കുന്നവരെ നിർത്തിക്കുക തന്നെ വേണം. അടുത്ത വർഷം പച്ചപ്പള്ളിയും വാങ്കും നിസ്കാരവും അമ്പലത്തിലുണ്ടാകില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശശികല ടീച്ചറെ, സത്യസന്ധമായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ രാജ്യത്ത് ക്ഷേത്രത്തിൽ കയറി പള്ളി കെട്ടാൻ വരുന്നുണ്ടോ? ഈ മഹത്തായ തെറ്റുകൾ ചെയ്യുന്നത് ഹിന്ദുക്കൾ തന്നെയല്ലേ? വർഷങ്ങളായി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രത്തിൽ അവിടുത്തെ ഹിന്ദുക്കൾ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ബാബരിനട എന്ന സങ്കല്പത്തിൽ പണിയുന്നതാണ് ഈ പള്ളിയുടെ രൂപം. അതിനു മുമ്പിൽ ബാബറുടെയും അയ്യപ്പന്റെയും വേഷങ്ങൾ കെട്ടി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുമുണ്ട്. ഇത്രയും വർഷം അവിടുത്തെ ആളുകൾ നടത്തി വന്നിരുന്ന ഈ ആചാരം ഇപ്പോൾ എങ്ങനെ തെറ്റായി മാറി? ഒരു ഹിന്ദുവിന്റെ അടുത്ത് ഒരു ശിവക്ഷേത്രത്തിൽ എങ്ങനെയാണ് വലം വെക്കേണ്ടതെന്നും എങ്ങനെയാണ് തൊഴേണ്ടതെന്നും ചോദിച്ചാൽ 95% ഹിന്ദുക്കൾക്കും അതറിയത്തില്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. യും ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഹിന്ദുക്കൾക്ക് അറിയത്തില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ഉദാഹരണത്തിന് ശബരിമല ശ്രീകോവിലിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്ന ഒരുപാട് ഭക്തന്മാരെ കണ്ടിട്ടുണ്ട്. അത് ശബരിമല ആചാരത്തിന്റെ ഭാഗമാണോ? അങ്ങനെ ഒരു ആചാരം ശബരിമലയിലുണ്ടോ? ശബരിമല ശ്രീകോവിലിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഗണപതി കോവിലിൽ ആയിരക്കണക്കിന് ഭക്തരാണ് കൊണ്ടുവന്ന് മണി കെട്ടുന്നത്. അത് പറിച്ചെടുക്കാൻ വേറെ കുറെ ഭക്തന്മാരും. അങ്ങനെ ഒരു ആചാരം ശബരിമലയിൽ ഉണ്ടോ? പമ്പയിലെത്തുന്ന ശബരിമല ഭക്തർ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ച് പമ്പയിലെറിയുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമാണ്? അച്ഛൻ കോവിലിൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് ഒരു വലിയ കിണറുണ്ട്. മലയോര മേഖലയായ അച്ചൻകോവിലിൽ പാമ്പ് കടിയേറ്റ് വരുന്ന ഭക്തരെ അല്ലെങ്കിൽ ആളുകളെ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് ആ കിണറിൽ നിന്നും വെള്ളം കോരി കുടിപ്പിച്ച് ഒരു ദിവസം കിടത്തിക്കഴിഞ്ഞാൽ പാമ്പ് കടിയേറ്റ വിഷം മാറിപ്പോകും എന്നൊക്കെയുള്ള ഒരു സങ്കല്പം അവിടെയുണ്ട്. കിണറിലേക്ക് അവിടെ സന്ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ നാണയത്തുട്ടുകൾ വാരി കിണറിലെറിയുന്നത് ഏത് ആചാരത്തിന്റെ ഭാഗമാണ്? അങ്ങനെ എണ്ണിയാൽ തീരാത്ത 100 കണക്കിന് ആചാര ലംഘനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ
ഹിന്ദുക്കളെ പഠിപ്പിക്കേണ്ട ഹിന്ദു ആചാര്യരായ നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷം ചീറ്റലുകളുമായി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം നിങ്ങൾ ഹിന്ദുമതം എന്താണെന്നും ഹിന്ദുമതത്തിന്റെ ധർമ്മം എന്താണെന്നും മനസ്സിലാക്കുവാനും പഠിക്കുവാനും തയ്യാറാവണം. മറ്റു മതങ്ങളെ ഇകഴ്ത്തിക്കാട്ടാൻ നടക്കാതെ സ്വന്തം മതത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുവാനും തിരുത്തുവാനും നിങ്ങൾ തയ്യാറാണ്. വർഷങ്ങളായി മമ്മിയൂർ ക്ഷേത്രത്തിൽ ആ പ്രദേശത്തെ ഹിന്ദുക്കൾ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വീട്ടിൽ പോയി ഓലയും പനയും തേങ്ങയും വെളിച്ചെണ്ണയും എന്നുവേണ്ട പൂക്കളും എല്ലാം ശേഖരിച്ചാണ് ഈ അയ്യപ്പൻ വിളക്ക് എല്ലാ വർഷവും നടത്തി വന്നുകൊണ്ടിരുന്നത്. വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഇതൊരു കുറ്റമായി മാറുന്നത്? എല്ലാ മതങ്ങളും മനുഷ്യന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചില വിഷങ്ങൾ സമൂഹത്തിൽ വിഭാഗീയതയും മതവർഗീയതയും പരത്തി നിങ്ങളുടെ രാഷ്ട്രീയം ഈ നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മലയാളികൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. ഇത്തരത്തിലുള്ളവരെ എന്നും മലയാളികൾ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും.